Now let's talk about 7 pillars of digital marketing. So 7 pillars of digital marketing എന്ന് പറഞ്ഞാൽ ഒരു what are the things important in digital marketing. So these 7 പില്ലറിൻ്റെ പുറത്താണ് കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റേബിൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പില്ലറാണ് ഡിജിറ്റൽ സ്പേസ്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഓഫ്ലൈൻ ഒരു ബിസിനസ് ഒരു സ്റ്റോർ ഇടുവാണെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്, ഒരു കടയാണ് വേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡിജിറ്റലി സ്റ്റോർ ഇടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡിജിറ്റലി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഒരു ഡിജിറ്റൽ സ്പേസ് ആണ് ആദ്യത്തെ ടാസ്ക്. സോ നിങ്ങൾക്കൊരു ഡിജിറ്റൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഡിജിറ്റൽ സ്പേസ് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും, ഡൊമൈൻ വാങ്ങും, ഹോസ്റ്റിംഗ് വാങ്ങും, വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിനകത്ത് പോയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യും, ഫേസ്ബുക്കിനകത്ത് പോയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് പോയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. സോ വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ buying a place on digital. So basically ഇതെല്ലാം എക്സ്റ്റർണൽ ആണ്, ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതെല്ലാം ലൈക്ക് റെൻറ്റ് എടുക്കുന്ന പോലെയാണ്. നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്, അറിയാമല്ലോ, നമ്മളൊരു സ്ഥലത്ത് റെൻറ്റ് നിൽക്കുമ്പോൾ എപ്പം വേണമെങ്കിലും ഓണറിന് പറയാം നിങ്ങൾ ഇറങ്ങി പൊക്കോന്. ബട്ട് when we own our own digital space, that is like hosting our own website on our own hosting site നകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്യും, നമ്മൾ തന്നെ നമ്മുടെ ഡൊമൈനിനെ ഓൺ ചെയ്യും. ആ സമയത്ത് നമ്മളാണ് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ ഓണർ ആവുന്നത്. സോ ഡിജിറ്റൽ സ്പേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് യുവർ ബിസിനസ് വിത്ത്. സോ ആസ് ഓഫ് ലൈക്ക് ഒരു മിനിമം ബഡ്ജറ്റിനകത്ത് ഒരു 4,000 5,000 നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്കൊരു ഡിജിറ്റൽ സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊരു വെബ്സൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, വേർഡ്പ്രസ്സിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇഫ് യു ആർ പ്ലാനിങ് ടു ഇ-കോമേഴ്സ്, യു ക്യാൻ ഗോ ഫോർ ദ ഷോപ്പിഫൈ ഓർ യു ക്യാൻ ഗോ ഫോർ ദ വൂകോമേഴ്സ്, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ബിസിനസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ സ്പേസിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സോ സെക്കൻഡ് കോൾ പില്ലറാണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പോൾ ഡിജിറ്റലി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ്, സെർച്ച് എഞ്ചിനകത്ത്. സെർച്ച് എഞ്ചിനകത്ത് പോയിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ സെർച്ച് എഞ്ചിൻ ഈസ് ബേസിക്കലി പുൾ ട്രാഫിക് പുൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. സോ പുൾ ട്രാഫിക്സ് ആണ് വരുന്നത്. പുൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ പോയിട്ടായിരിക്കും സെർച്ച് എഞ്ചിനകത്ത് സെർച്ച് ചെയ്യാവുന്നത്. സോ ഇഫ് യു ആർ ദ പേഴ്സൺ ഹു സെല്ലിംഗ് ദാറ്റ് പ്രോഡക്റ്റ്, ആ പെയിൻ പോയിന്റിനെ സോൾവ് ചെയ്യുന്ന ആൾ നിങ്ങളാണെങ്കിൽ, ഇഫ് യു ആർ ദെയർ ഓൺ സെർച്ച് എഞ്ചിൻ, ഒബ്വിയസ്ലി രണ്ടുപേര് കണക്ട് ആയിട്ട് ബിസിനസ് നടക്കും. സോ whenever they are actually looking for a solution, you need to be in front of that. So search engine അവിടെയാണ് ഒരു റോൾ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെർച്ച് എഞ്ചിനകത്താണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ വരുന്നത്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗൂഗിൾ, യാഹൂ, ബിങ്, ഡക്ടഗോ, യെൻഡെക്സ്, ബൈഡു, ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ബട്ട് ഗൂഗിൾ ഈസ് ദ വൺ, ലൈക്ക് 92% മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തേക്കുന്നത് ഗൂഗിളാണ്. ലൈക്ക് മോനോപോലി തന്നെയാണ് ഓക്കെ ഗൂഗിളിനെ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ഡിജിറ്റൽ പ്രസൻസ് ഉള്ള സ്ഥലങ്ങൾ ഗൂഗിളിനകത്ത് ആൾക്കാർ കാണണം. വെനെവർ ദേ സെർച്ച്, ദേ ഷുഡ് സീ യുവർ ബിസിനസ് ഓവർ ദെയർ. സോ ഗൂഗിളിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ ലിസ്റ്റിംഗ്, ഓർഗാനിക് ലിസ്റ്റിംഗ് ആണ്, അതിനെ നമ്മൾ പറയുന്നത് SEO ആണ്. വേറെ സെക്കൻഡ് ഓപ്ഷൻസ് ഉണ്ട്, പെയ്ഡ് ആഡ്സ്, വെയർ വി പേ ദം ഫോർ ലിസ്റ്റിംഗ് അവർ വെബ്സൈറ്റ്സ്. ദാറ്റ്സ് നോൺ ആസ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഓർ നമ്മൾ പറയുന്നത് ഇത് ബേസിക്കലി ഗൂഗിളിനെ നമ്മൾ പേ ചെയ്യുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിനകത്തോട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ these 2 things, one is SEO, another one is search engine marketing. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് when we pay, we get right type of keywords, right type of എന്താ പറയുന്നത് ഓഡിയൻസിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ടാർഗറ്റ് ചെയ്യുമ്പോൾ സമയത്ത്. അതേ ടൈമിൽ SEO എന്താ പറഞ്ഞാൽ ലോങ് ടേം ഗെയിമാണ്. ലൈക്ക് വൺസ് യു ഗെറ്റ് റാങ്ക് ഫോർ എ കീവേഡ്, ആ കീവേഡിന് വേണ്ടി നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട. ബിക്കോസ് സെർച്ച് എഞ്ചിനകത്ത് മാർക്കറ്റിങ്ങിനകത്ത് വെൻ യു പേ ഗൂഗിൾ, എവറി ക്ലിക്കിന് നിങ്ങൾക്ക് പൈസ കൊടുക്കണം. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ CPC ബേസ്ഡ്, ലൈക്ക് ക്ലിക്ക് പെർ കോസ്റ്റ് പെർ ക്ലിക്കാണ്. സോ എവറി ടൈം യു നീഡ് ടു ഗിവ് എ കോസ്റ്റ് ഫോർ ക്ലിക്കിംഗ്. ബട്ട് SEOനകത്ത് ആ സൈറ്റ് ഒരു വട്ടം റാങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു പേ. ലൈക്ക് ഒരു ദിവസം 1000 ക്ലിക്ക് വന്നാലും 0 rupees. അതേ ടൈമിൽ ഒരു ദിവസം 1 lakh ക്ലിക്ക് വന്നാലും ഇറ്റ്സ് എ 0 rupees. ഓക്കെ, സോ തേർഡ് ചാനലാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ അറിയാം, നമുക്കിപ്പോൾ സെർച്ച് എഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർക്കൊന്നും ഇൻഫർമേഷൻ വേണ്ട, ഒന്നും സെർച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ. സോ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഫ്രണ്ട്സ് എന്താ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയണം, എപ്പോഴും നമ്മൾ എന്താ സോഷ്യൽ മീഡിയയിലാണ് പോകുന്നത്. സെർച്ച് എഞ്ചിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യത്തില്ല പിന്നെ ആരെന്താ ചെയ്യുന്നതിന് ഇപ്പം. സോ ഒബ്വിയസ്ലി ദേ ഗോ ടു ഇൻസ്റ്റാഗ്രാം, ദേ ഗോ ടു ഫേസ്ബുക്ക്, ദേ ഗോ ടു ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇവിടെ എല്ലാം പോയിട്ടാണ് നമ്മളെപ്പറ്റി അറിയാൻ, ലിങ്ക്ഡിൻ, അവിടെ നമ്മളെപ്പറ്റി അറിയാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയനകത്ത് പോകുന്നത്. സോ ഈ സോഷ്യൽ മീഡിയ ഇസ് ലൈക്ക് ആഫ്റ്റർ ലൈക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. സോ ഒബ്വിയസ്ലി
ഇവിടെ എന്താണ് പറഞ്ഞാൽ പുഷ് മാർക്കറ്റിംഗ് ആണ്. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി നമ്മളെ ഒരു ഇൻട്രസ്റ്റ് ബോക്സിനകത്തോട്ട് പാക്ക് ചെയ്യും. ലൈക്ക് ഞാൻ ഒരുപാട് ഡോഗ് റിലേറ്റഡ് പേജസിനെ ലൈക്ക് ചെയ്യുകയാണ്, കണ്ടന്റിനെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ദേ ആർ പുട്ടിങ് ഐ എം ആസ് എ ഡോഗ് ലവർ. അതേപോലെ ടൈമിന് എൻ്റെ പേർച്ചേസ് ബിഹേവിയർ എൻ്റെ ഓരോ സെക്ഷൻ്റെ ബേസിസിൽ അവർ എന്നെ ചെയ്യുന്ന എന്താണ് ഓരോ സ്റ്റെപ്പിനകത്ത് ഓരോ ബോക്സിനകത്ത് എന്നെ പാക്ക് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് ഹാപ്പൻ. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഈ സോഷ്യൽ മീഡിയയിൽ 2 ടൈപ്സ് ഓഫ് അഗെയിൻ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിനെ. ഒന്ന് നമുക്ക് ഇൻഓർഗാനിക്, ദാറ്റ് ഈസ് പെയ്ഡ്. അനദർ വൺ ഈസ് ഓർഗാനിക്, ദാറ്റ് ഈസ് ഫ്രീ. സോ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ലൈവ് പോവാം, ഇൻസ്റ്റാഗ്രാമിനകത്ത് റെഗുലർ കണ്ടന്റ് ഇടാം, റെഗുലർ പോസ്റ്റ് ഇടാം, ഫേസ്ബുക്കിനകത്ത് കണ്ടന്റ് ഇടാം. ഈ ചാനൽസിനകത്തെല്ലാം ഫ്രീ ആയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാം, നമുക്ക് മെസ്സേജ് അയക്കാം. ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് അതേ ടൈമിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് നമുക്കൊരു റൈറ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം, പൈസ കൊടുക്കേണ്ടി വരും. ബട്ട് വെൻ വി ഗിവ് ദാറ്റ് മണി നമുക്ക് ഈ ഇൻട്രസ്റ്റിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ആരാണ് ഈ ഡോഗ് ലവേഴ്സ്, ആരാണ്. സോ എൻ്റെ അടുത്തൊരു ഡോഗ് പ്രോഡക്ട്സ് ആണ് ഞാൻ സെല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഡോഗ് ലവേഴ്സിനെ മാത്രം കാണിച്ചാൽ മതി. അതേ ടൈമിൽ എനിക്ക് ഏജ് ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ പറ്റും. ഇത്ര ഏജ് ഗ്രൂപ്പിനെ ആൾ മതി, എനിക്ക് കുട്ടികളെ ഒന്നും വേണ്ട, എനിക്കൊരു ഏജ് ഗ്രൂപ്പ് എന്താ പറയുക സീരിയസ് ബൈയിങ് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ മതി. ഇതാണ് നമ്മുടെ സെക്കൻഡ് പില്ലർ, ദാറ്റ് ഇസ് സോഷ്യൽ മീഡിയ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, സോഷ്യൽ മീഡിയയിലാണ്. സോ അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റ് അവരെ പുഷ് ചെയ്യാൻ പറ്റും on social media. That is our third pillar. Then comes fourth pillar. Fourth pillar is like paid ads. Other than search engine marketing നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്യും. അത് കൂടാതെ തന്നെ നമുക്ക് പെയ്ഡ് ആഡ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. പെയ്ഡ് ആഡ്സിന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു വെബ്സൈറ്റിനകത്ത് സ്പേസ് റെൻറ്റ് ചെയ്യാൻ പറ്റും. ഓർ വി ക്യാൻ ലൈക്ക് എന്താ പറഞ്ഞാൽ ഷോ ആഡ് ഓൺ ദോസ് വെബ്സൈറ്റ്സ്. ലൈക്ക് ഇപ്പം ഡിസ്പ്ലേ ആഡ്സ് ഉണ്ട്, വീഡിയോ ആഡ്സ് ഉണ്ട്. സോ യൂട്യൂബിനകത്ത് ആഡ്സ് കാണിക്കാൻ പറ്റും, OTTനകത്ത് ആഡ്സ് കാണിക്കാൻ പറ്റും, വെബ്സൈറ്റ്സിനകത്ത് ആഡ് കാണിക്കാൻ പറ്റും, ഡിസ്പ്ലേനകത്ത്, മൊബൈൽ ആപ്സിനകത്ത് ആഡ്സ് കാണിക്കാൻ പറ്റും, ഷോപ്പിംഗ് ആഡ്സ് നമുക്ക് സെർച്ച് എഞ്ചിനകത്ത് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിനകത്ത് യൂട്യൂബിനകത്ത് ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വേറെ വെബ്സൈറ്റ് ഓണേഴ്സിൻ്റെ വെബ്സൈറ്റിനകത്ത് നമുക്ക് ട്രാഫിക് എന്താ ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും നമ്മുടെ ആഡ്. അതേ ടൈമിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരുപാട് പേര് നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഐ ക്യാൻ പേ യു ടു പുട്ട് മൈ കണ്ടന്റ് ഓൺ യുവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓർ ഫേസ്ബുക്ക് പ്രൊഫൈൽ. സോ ദാറ്റ്സ് ഓൾസോ പെയ്ഡ് കണ്ടന്റ്. അതുകൂടാതെ തന്നെ നമുക്ക് മീഡിയ ബൈ ചെയ്യാൻ പറ്റും. മീഡിയ ബൈ എന്ന് പറഞ്ഞാൽ ട്രാഫിക്സ് ബൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ആഡ്സിലേക്ക്, നമ്മുടെ വെബ്സൈറ്റിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ ഡിജിറ്റൽ സ്പേസിലേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ട്രാഫിക്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ പെയ്ഡ് ആഡ് വിച്ച് ഇസ് ബേസിക്കലി നമ്മൾ ഓരോ ട്രാഫിക്കിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ പേ ചെയ്യണം. ലൈക്ക് ഇമെയിൽ ട്രാഫിക് ആവാം, പോഡ്കാസ്റ്റ് ട്രാഫിക് ആവാം. പോഡ്കാസ്റ്റിനകത്ത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് റേഡിയോനകത്ത് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പോഡ്കാസ്റ്റിനകത്ത് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആർ ദെയർ വെയർ വി ക്യാൻ ബൈ ആഡ്. ദാറ്റ് ഈസ് അവർ ഫോർത്ത് കോർ പില്ലർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഫിഫ്ത്ത് ഇസ് വൺ ഓഫ് ദ ലൈക്ക് എന്താ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ലൈക്ക് ഒരു ഓഡിയൻസ് എപ്പോഴും ഒരു ഫണൽ ത്രൂ ആണ് പോകുന്നത്. സോ എവറി ടൈം ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അയാൾക്ക് ഒന്നും അതിനെപ്പറ്റി അറിയത്തില്ല. സോ ഒരു കസ്റ്റമറിനെ എപ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടത്, അവെയർ ചെയ്യണം. സോ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്തായിരിക്കും, നമ്മുടെ ബ്രാൻഡിനെ പറ്റി ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ ടോഫു എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ഫണൽ. സോ ഫസ്റ്റ് ഫണൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇതൊരു എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് ഫനൽ പോലെ ആയിരിക്കും. ഓക്കെ, സോ ഫനൽ പോലെ മുകളിൽ വലിയത് താഴോട്ട് അങ്ങോട്ട് പോകുന്ന പോലെ ആയിരിക്കും, ഫനൽ പോലെ ആയിരിക്കും. സോ ഫനലിൻ്റെ ഒരു ടോപ്പ് സെക്ഷൻ ടോപ്പ് ഓഫ് ദ ഫനലിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവയർനെസ് കണ്ടന്റിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. വൺസ് ആൾക്കാർക്ക് നമ്മുടെ ബ്രാൻഡിനെ പറ്റി മനസ്സിലായി, നമ്മുടെ ബ്രാൻഡ് എന്താണ് അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് ദ മിഡിൽ ഓഫ് ദ ഫനലാണ് വേർ അവർക്കൊരു കൺഫ്യൂഷൻ വരിക. ലൈക്ക് ഈ പ്രോഡക്റ്റ് ആണെന്നല്ലേ, അല്ലെ ഈ പ്രോഡക്റ്റ് ആണെന്നല്ലേ. സോ ദേ സ്റ്റാർട്ട് ഡൂയിങ് കമ്പയർ. അല്ലാതെ അവർ ഒരുപാട് റിവ്യൂസ് നോക്കും, ഒരുപാട് ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങും അവർക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടേന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് ലൈക്ക് മിഡിൽ ഫനൽ വരുന്നത്, മോഫു മിഡിൽ ഓഫ് ദ ഫനൽ. ആ സമയത്ത് നമ്മൾ എങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും വിച്ച് ഹെൽപ്പ് ദം ടു ടേക്ക് ഡിസിഷൻ. ആൻഡ് തേർഡ് ആൻഡ് ദ ഫൈനൽ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഈസ് ബോഫു, ബോട്ടം ഓഫ് ദ ഫനൽ. ദാറ്റ് ഈസ് ദ ലൈക്ക് എന്താ പറയുന്നത് ലാസ്റ്റ് സെക്ഷൻ ഫനലാണ്. അവയർനെസ് ആയി, പിന്നെ കൺസിഡറേഷൻ ചെയ്ത് നൗ ദേ ആർ ഡിസൈഡിങ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യാണ്. സോ പർച്ചേസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു പുഷ് ദോസ് കൈൻഡ് ഓഫ് കണ്ടന്റ് ലൈക്ക് ഓഫർ കണ്ടന്റ്, ഡിസ്കൗണ്ട് കണ്ടന്റ്, അല്ലെങ്കിൽ പിന്നെ ഏതാണ് ബെസ്റ്റ് പ്ലേസ് ടു ബൈ, എങ്ങനെയാണ് ബൈങ് ചെയ്യുന്നത്, ബൈങ് ബിഹേവിയർ എങ്ങനെയാണ്, ആ പർട്ടിക്കുലർ സെക്ഷൻസിനെ എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ബോഫുവിനെ എങ്ങനെ, ബോട്ടം ഓഫ് ദ ഫനലിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ടൈപ്സ് ഓഫ് കണ്ടന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വെൻ എവർ വി പ്ലാൻ ഫോർ ദ കണ്ടന്റ് മാർക്കറ്റിംഗ് വി നീഡ് ടു
put a balance on these particular three different types of audience and three different types of content to get actually audience-നെ നമ്മൾ ഈ ഫണലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. So that is the content marketing. See, content marketing 4 ഫോമാറ്റ്സിനകത്ത് ഡിഫറെൻറ്റ് 4 ഫോമാറ്റ്സിനകത്ത് ചെയ്യാൻ പറ്റും. വീഡിയോ ആവാം, വീഡിയോ കണ്ടൻറ് ആവാം, ടെക്സ്റ്റ് കണ്ടൻറ് ആവാം, ദാറ്റ് ഈസ് ലൈക്ക് ബ്ലോഗ് അതുപോലെയല്ല, അല്ലെങ്കിൽ പിന്നെ ഇമേജ് കണ്ടൻറ് ആവാം, ലൈക്ക് ഇൻഫോഗ്രാഫിക്സ്, ഇമേജ് ക്രിയേറ്റീവ്സ്, ബാനേഴ്സ്, അതിൻ്റെ ബേസിസിലാവാം. 4th one is like audio content ആവാം, പോഡ്കാസ്റ്റ് ആവാം, ഓഡിയോ ബേസ്ഡിൽ കണ്ടൻറ് ആവാം. സോ ദീസ് ആർ ദ 4 ഫോമാറ്റ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻറ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻറ് ഡിഫറെൻറ്റ് ആൾക്കാരാണ് കൺസ്യൂം ചെയ്യുന്നത്. സോ അതനുസരിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് ഫോമാറ്റ്സിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, കണ്ടൻറ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് നമ്മുടെ 6th pillar is data analytics. So digital ട്രഡീഷണൽ ആയിട്ട് ഏറ്റവും ഡിഫറൻസിയേഷൻ എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാക്കിംഗ് ആണ്. സോ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ, ഓക്കെ ഈ ഏരിയയിൽ ഇത്ര പേരുണ്ട്, അതുകൊണ്ട് ഇത്ര വ്യൂ ഉണ്ടായിരിക്കുമോ, അതുകൊണ്ട് നമ്മുടെ ആ ഹോർഡിങ്ങിന് ഇത്ര ഐബോൾ വന്നിട്ടുണ്ട് എന്ന് നമ്മളൊരു ഗെസ് അടിക്കുന്നതാണ്. അതേപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ സർക്കുലേഷൻ ഇത്ര ഉണ്ട്, ഇത്ര വീട്ടിൽ പോയിട്ടുണ്ട്, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഇത്ര പേര് എൻ്റെ ആഡ് കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ TVനകത്ത് TRP ഇത്ര സമയത്ത് ഈ ചാനൽ ഇത്ര പേര് കണ്ട്, സോ ഇത്ര പേര് ഈ ആഡ് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇസ് ഇറ്റ് റയൽ? നമ്മളിപ്പോൾ എത്ര പേരാണ് ഇരുന്ന് ആഡ് കാണുന്നത്, ചാനലിനകത്ത് ആഡ് വരുമ്പോൾ അടുത്ത ചാനലിലേക്ക് നമ്മൾ പോകും. സോ അഗെയിൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ അവിടെ നമുക്ക് ഈ അനാലിറ്റിക്സ് കിട്ടത്തില്ല, ഇത്ര എക്സാക്റ്റ് അനാലിറ്റിക്സ് കിട്ടത്തില്ല. ബട്ട് ഡിജിറ്റലിനകത്ത് നമുക്ക് എക്സാക്റ്റ് അനാലിറ്റിക്സ് കിട്ടും. ആരാ വന്നത്, എവിടുന്നാണ് വന്നത്, എന്തായിരുന്നു IP അയാളുടെ, എത്ര നേരമാണ് അയാൾ നിന്നത്, ഏത് ഡിവൈസിനാണ് വന്നത്, ഡിവൈസിൻ്റെ സൈസ് എന്താണ്, ആ ഡിവൈസ് ഏതാണ്, ഹൈ ഇൻ ഡിവൈസ് ആണോ, ലൈക്ക് മീഡിയം ഇൻ ഡിവൈസ് ആണോ, ലോ ഇൻ ഡിവൈസ് ആണോ, വി ക്യാൻ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻ. അതർ ദാൻ അയാളുടെ പേരും അയാളുടെ വീട്ടഡ്രസ്സും അല്ലാതെ അയാളുടെ എന്താ പറയുക ഫോൺ നമ്പറും അല്ലാതെ ഒരുവിധം നമുക്ക് എല്ലാ ഇൻഫർമേഷൻ അയാളെപ്പറ്റി, അയാളുടെ ക്യാരക്ടറിനെ പറ്റി നമുക്ക് കിട്ടും. മീൻസ് ബിഹേവിയറിനെ പറ്റി നമുക്ക് എന്താ ചെയ്യാം, ഇൻഫർമേഷൻസ് കിട്ടും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് അനാലിറ്റിക്സ് വിച്ച് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇൻഹാൻസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇപ്പം ഒരു വെബ് പേജ് ഉണ്ട്, ഒരു വെബ് പേജിൽ നിന്ന് നമുക്ക് കാണാം ഓരോ കസ്റ്റമർ വരുന്ന റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, എപ്പോഴും റൈറ്റ് സൈഡിലാണ് അവർ ക്ലിക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഐ ക്യാൻ ഡു ഇസ് ഒരു റൈറ്റ് സൈഡിൽ ഒരു ഓഫർ വെക്കാം. സോ ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുന്നത്, CRO എന്ന് പറയാം, കൺവേർഷൻ റേറ്റ് ഓപ്റ്റിമൈസേഷൻ. വി ട്രൈ ടു ഓപ്റ്റിമൈസ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കും, UX എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. സോ ദോസ് ഓൾ തിങ്സ് കംസ് ആഫ്റ്റർ അനലൈസിങ് ദ ഡാറ്റ. സോ വെൻ യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഡാറ്റ ടു അനലൈസ്, ഒബ്വിയസ്ലി യു ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് ഗുഡ് ഡിസിഷൻസ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു എന്താ പറയുന്നത്, ഹൈ കൺവേർഷൻ ആൻഡ് ഹൈ സെയിൽസ്. ലാസ്റ്റ് പില്ലറാണ് ഓട്ടോമേഷൻ. സോ ഇപ്പം ഒരു ഫിസിക്കൽ കമ്പനി ആണെങ്കിൽ നമുക്ക് ഒരാളെ അടുത്ത ആളെ വിടേണ്ടി വരും, ലൈക്ക് ഒരു 2-3 എംപ്ലോയീസ് വേണ്ടി വരും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡിജിറ്റൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എന്താ ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ പറയുന്നത്, ജനറേറ്റീവ് AI വന്ന പിന്നെ പറഞ്ഞാൽ തന്നെ 70 to 80% ടാസ്കിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ജനറേറ്റീവ് AIക്ക് എന്താ പറയുന്നത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം മൾട്ടിപ്പിൾ ഓട്ടോമേഷൻസ് ഓപ്ഷൻസ് ഉണ്ട്. ആഡ് റൺ ചെയ്യാൻ വേണ്ടി ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ഒരു മാസത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ലീഡ്സിനെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലീഡ് കിട്ടി, നിങ്ങളൊരു ലീഡ് ആഡ്സ് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് റൺ ചെയ്ത് നിങ്ങളുടെ ലീഡ് വന്ന് നിങ്ങളുടെ ഇമെയിലിനകത്താണ്. ആ ഇമെയിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സീറ്റിനകത്ത് പോകണം, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എന്താ പറയുക സെയിൽസ്മാൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് പോകണം, അയാൾക്ക് മെസ്സേജ് പോകണം. എല്ലാം ഒരേ ടൈമിലാണ് നടക്കുന്നത്. യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് ഓട്ടോമേഷൻ. യു ഡോണ്ട് ഹാവ് ടു ഗോ ആൻഡ് ഡു മാനുവൽ ദീസ് ടാസ്ക്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ വൺ ഓഫ് ദ കോർ ഫീച്ചേഴ്സിൽ ഒന്നാണ് ഓട്ടോമേഷൻസ്. യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഓട്ടോമേഷൻസ്. ഈ ഓട്ടോമേഷൻസിൻ്റെ കൂടെ തന്നെ AI യൂസ് കേസ്. സോ ജനറേറ്റീവ് AI ഇത്ര ഡെവലപ്പ് ആയിട്ടുണ്ട് വേർ ദാറ്റ് particular AI is going to help you to do lot of tasks. ഡാറ്റ അനാലിസിസിനകത്ത് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ കണ്ടൻറ് ക്രിയേഷൻസിനകത്ത് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് എന്താ പറയുന്നത് ഈ ഓട്ടോമേഷൻ സെറ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് സെക്ഷൻസിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ജനറേറ്റീവ് AI ആണ് എസ്പെഷ്യലി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ദീസ് ആർ ദ 7 core pillars ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീഡ് ടു ബി മാസ്റ്റർ ഓഫ് ഓൺ ദീസ് തിങ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനകത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ ഹോൾഡ് ഓൺ ദീസ് പർട്ടിക്കുലർ ചാനൽസ്. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു നീഡ് ടു ലേൺ എവറിഥിങ് all those things, but at least you should be aware of basics of these particular channels so that നിങ്ങളൊരു ഏജൻസിക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ you can ask the right questions, because every
person need to ask right questions to get the better results. So that is the എന്താ പറയുന്ന complete 7 pillar of digital marketing ആണ്. And this completely makes as a omni market channel approach. Like ഒരു കസ്റ്റമർ എല്ലായിടത്തും നമ്മളെ കാണും, ലൈക്ക് വീഡിയോയിൽ പോകുമ്പോൾ നമ്മളെ കാണും, ഡിസ്പ്ലേയിൽ നമ്മളെ കാണും, സെർച്ചിൽ നമ്മളെ കാണും, സോഷ്യൽ മീഡിയയിൽ നമ്മളെ കാണും, കണ്ടന്റ് മാർക്കറ്റിങ്ങിനകത്ത് നമ്മളെ കാണും. വെൻ ദേ സീ എവ്രിവെയർ യു ഓട്ടോമാറ്റിക്കലി ബിക്കം എ ബ്രാൻഡ്. ഓക്കെ, സോ പ്രൊമോഷൻ ഓർഗാനിക്, ഫ്രീ, അല്ലെ പിന്നെ ഇൻഓർഗാനിക്, പെയ്ഡ് ചെയ്ത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യും. വെൻ വി ക്രിയേറ്റ് എ ബ്രാൻഡ്, ഓട്ടോമാറ്റിക്കലി സെൽസ് leads to sales or lead generations happens, and that leads to sell. So this is our 7 pillars of digital marketing. Let's move to next slide, that is ടോപ്പ് ട്രാഫിക് സോഴ്സസ്. സോ ഇപ്പോൾ ഇനി ട്രാഫിക് സോഴ്സസ് ഏതേതാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി?